ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളെ കുറേ നാളായില്ലേ നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്തിട്ട്, ഒരു കുട്ടി ഹോൾ വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും 1 മിനിറ്റിൽ ഹോൾ വീഡിയോ കാണാനാണ് ഇഷ്ടം. അതായത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രൊഡക്റ്റ് കാണിക്കുക, അപ്ലൈ ചെയ്യുക, പോവുക, ആ ഒരു ഇതാണ് ഇഷ്ടം എന്നറിയാം. എന്നാലും നമ്മുടെ ചാനലിൽ കുറേ ആയി നമ്മളൊരു ഹോൾ വീഡിയോ ലോങ് ഫോർമാറ്റിൽ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോൾ വീഡിയോ ആയിട്ട് വന്നിക്കണം കേട്ടോ. നൈക്കേന്ന് ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വാങ്ങണം, പല പല സ്ഥലത്ത് റിവ്യൂ ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ കാർട്ടിലിട്ട് വെക്കില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയുടെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, നമുക്ക് പൈസയ്ക്ക് മാറ്റങ്ങളുണ്ടാവും, എത്ര ശതമാനമൊക്കെ ഓഫർ കിട്ടുമ്പോഴേ. അപ്പം അങ്ങനെ മേടിച്ചതാട്ടോ. അപ്പോൾ ഇത് പല പല ബോക്സിലായിട്ട് വന്നിരുന്നത്. പക്ഷെ ഞാനൊക്കെ കൂടി ഈ ഒരു വലിയ ബോക്സിൽ, വലിയ മീൻസ് ഇത്രയും വന്ന ബോക്സിൽ ഇട്ട് വെച്ചു എന്ന് മാത്രം. എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം വന്ന സാധനം സെയിം അല്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ തുറന്ന് നോക്കി. പക്ഷേ ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, ചിലത് നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണിച്ചൊന്ന് ഒരുമിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഇന്നത്തെ വീഡിയോ അൺബോക്സിങ്. നൈക്കേന്ന് കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ വന്നിട്ട് ഇതാ ഈ ഒരു എന്താ പറയുക, ഭയങ്കര സ്മെല്ലുള്ള ഒരു ബോഡി ക്രീം ആട്ടോ. ഇതിൻ്റെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് അവരെന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്കറിയില്ല, സ്മെല്ലിൻ്റെ ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചത്. ആക്ച്വലി ഞാനിത് തുറന്ന് 2 ദിവസം യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ആ സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊന്നും അങ്ങനെ സ്മെല്ല് സ്പ്രേയും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അതിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങി നോക്കിയതാണ്. ഇത് വന്നിട്ട് ഇതാ ബോഡി ഷോപ്പിൻ്റെ ആണ്, ബോഡി ബട്ടർ ആട്ടോ. ഇത് വന്നിട്ട് ബ്രിട്ടീഷ് റോസ് ആണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഈ ബ്രിട്ടീഷ് റോസിൻ്റെ ഒരുപാട് സ്പ്രേയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, പെർഫ്യൂംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്മെല്ലും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണ ഒരു സ്മെല്ലാണ് ഈ ബ്രിട്ടീഷ് റോസിൻ്റെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്ന പ്രൊഡക്റ്റ് കണ്ടില്ലേ, ഇതുമാതിരി ഒരു നല്ലൊരു ക്യൂട്ട് ബോക്സിലാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കി അറിയാം, ഞാൻ അങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങൾ അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ക്രീമാണ്. സ്മെല്ല് വന്നിട്ട് ഓസമാണ്, ഓസം. അത്ര നല്ല സ്മെല്ല്. അതായത് റോസാപ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലല്ല, വേറൊരു ടൈപ്പ് നല്ല സ്മെല്ല്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞറിയില്ല, അത്ര നല്ല സ്മെല്ലാണ്. പിന്നെ ഈ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലാസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ നിൽക്കും ആ സ്മെല്ല്. ഭയങ്കര ഒരു ബട്ടറി മാതിരി ഇരിക്കണേ, നല്ല തിക്കായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അരേ വാ, അത്ര നല്ല സ്മെല്ലാണ് കിട്ടുന്നത്. പക്ഷേ സ്മെല്ല് അത്രയും അധികമൊന്നും ലാസ്റ്റ് ചെയ്യണം. എനിക്ക് പിന്നെ 2-3 ദിവസമായിട്ട് ജലദോഷമുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല എനിക്കങ്ങനെ. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ഈ സ്മെല്ല് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ മൂക്കടഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല, കിട്ടാത്തത് ചെറിയ സ്മെല്ലാകുമ്പോൾ കിട്ടാത്തത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇത് സംഭവം ഓക്കെയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഓഫറിൽ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിട്ടും. വന്നിട്ട് ഞാൻ വാങ്ങണം എന്ന് ഓർത്തിട്ട് ഈ കാർട്ടിലിട്ട് വെച്ചിരുന്ന സാധനമാണ് കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇത് സംഭവം നോക്കി ഓപ്പൺ ചെയ്തിട്ടിരിക്കണം. ഞാൻ ഓൾറെഡി ഇത് ട്രൈ ചെയ്തു. കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഇല്ല. പിന്നെ 2-3 ഷെയ്ഡ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് റോസ് ആട്ടോ. ഇത് ബ്യൂട്ടി ഇല്യൂമിനേറ്റിംഗ് ഹൈലൈറ്റർ ആണ് വരുന്നത്. റോസ് ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. സംഭവം അടിപൊളിയാണ്. ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല, ഞാനിത് പുറത്തേക്ക് പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ചേട്ടൻ്റെ കൂടെ അന്തിക്കാട് പോയിരുന്നു, ചേട്ടൻ്റെ വീട്ടിൽ. അപ്പം അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ആയിട്ട് തോന്നും. നമുക്ക് വെറുതെ നമ്മളൊരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കുറച്ചൊന്നിങ്ങനെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ടോ അല്ലാണ്ടോ ഇടാം. അതുപോലെ തന്നെ ഇത് നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര നാച്ചുറൽ സ്മൂത്ത് ഫിനിഷാണ്. ഇങ്ങനെ ചിലതിലിങ്ങനെ തരിതരിതരിയായിട്ട് ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര സ്മൂത്താണ്. അപ്പം ഇത് ഞാനൊരു ദിവസം ഒരു ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാട്ടോ സംഭവം.
അപ്പം നിങ്ങൾ നല്ലൊരു ഹൈലൈറ്റർ വാങ്ങാൻ വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അപ്പോൾ വലിയ ബ്രാൻഡുകളൊക്കെ നിങ്ങൾ നോട്ടിടുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു റേറ്റിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിന് മേടിക്കണം. നല്ലൊരു ഹൈലൈറ്റർ മേടിക്കണമെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡുകൾ നമ്മുടെ സ്കിന്നിനോട് സ്യൂട്ട് ആവുന്ന ഷെയ്ഡുകൾ നോക്കിയിട്ട് എടുക്കാം. ഗോൾഡും റോസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു റോസ് ടൈപ്പാണ് എനിക്ക് കുറച്ചുകൂടി എപ്പോഴും സ്യൂട്ട് ആവുക. അതാണ് ഞാൻ ഈ റോസ് ഷെയ്ഡ് മേടിച്ചിട്ട്. അതെങ്ങനെയാണ് വരുന്നത് പ്രൊഡക്റ്റ് ഞാനിത് എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം. സംഭവം ഞാൻ യൂസ് ചെയ്തതാണ്, ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാട്ടോ. അപ്പം അടുത്തത് നോക്കാം. അപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുകൾ ചെയ്തിട്ട് ഇങ്ങനെ നന്നാവുമെന്ന് പറയില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ pH ആക്ടിവേറ്റഡ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആട്ടോ, നമ്മുടെ എർത്ത് ആണ്. ഇത് വന്നിട്ട് നമുക്കൊരു ഗ്ലാസ് ടിൻ്റാണ് വരുന്നത്. അതായത് ഇതുമാതിരിയാണ് വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നേ അറിയില്ല. അതെ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരിക, കണ്ടില്ല. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് നോക്കി, ജസ്റ്റ് വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കി. ഇത് വന്നിട്ട് നമ്മുടെ pH-നനുസരിച്ചിട്ട് ആ ഒരു ആക്ടിവേറ്റ് ആയിട്ട് കളർ മാറും. അതായത് നമുക്ക് ചീക്സിൽ നമുക്ക് ബ്ലഷ് ആയിട്ടൊരു ഗ്ലോ ബ്ലഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഫേസിന് ചേർന്നിട്ടുള്ള ആ കളർ അനുസരിച്ചിട്ട് കളർ ബ്ലഷിൻ്റെ കളർ വരും. അതുപോലെ തന്നെ ലിപ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദനയുണ്ട്. ഇവിടെ ചേട്ടനും അമ്മൂനൊക്കെ പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതാട്ടോ അടുത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒറ്റയ്ക്ക് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഉപയോഗമൊക്കെ കാണിച്ചു തരാം. ഇതിലാകുമ്പോൾ കുറേ കൂടി ലെങ്ത് ആവില്ല. അപ്പോൾ അതാണ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം. നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. പിന്നെ എത്ര നേരം ലാസ്റ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിത് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് വന്നിട്ട് എന്താണെന്ന് അറിയാം, നമ്മുടെ നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പിൻ്റെ നമ്മുടെ അപ് ടു 16 hour വെയർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് എന്താ പറയുക ഒരു ബ്രോ ഗ്ലൂ ആട്ടോ. അതായത് നമ്മുടെ ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം, അത് എത്രത്തോളം പറഞ്ഞറിയുന്നെങ്കിൽ മനസ്സിലാവില്ല. നന്നായി ലോങ് ലാസ്റ്റ്, ഇത് ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്. ലോങ് ലാസ്റ്റ് ചെയ്യണ ഒരു അങ്ങനെ ഐബ്രോ ഒക്കെ കുറച്ചിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ മുകളിലേക്ക് ചീകി വെച്ച് നല്ല ഭംഗി ഒതുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തിക്നെസ് തോന്നിക്കണ ആ ഒരു സാധനം കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കളർ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ്. എപ്പോഴും അങ്ങനത്തെ ഒരു ഷെയ്ഡ് ബ്ലാക്കിനൊക്കെ നല്ല അതാവുക. അപ്പം ഇത് വരുന്നത് ഇതുപോലെ ഒരു മസ്കാരയുടെ ഒക്കെ ഒരു ബ്രഷില്ല അതുമാതിരി ആട്ടോ വരിക. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ എടുത്ത ചെറിയൊരു ഗ്ലൂ മാതിരിയില്ലേ, ഇതിങ്ങനെ 16 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയണേ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇതാട്ടോ, ഇതാണ് നമ്മുടെ അടുത്ത സംഭവം. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കിൽ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഒരു മാൾസിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് ആട്ടോ. മാൾസിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള, എനിക്ക് ഗ്ലോസ് ഭയങ്കര ഇഷ്ടം, ലിപ് ഗ്ലോസ് ഒക്കെ. അപ്പോൾ ഇത് വന്നിട്ട് മാൾസിൻ്റെ ഒരു ടോഫി എന്താ ട്രിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗ്ലോസ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഇത് ജസ്റ്റ് കൈമൊന്നിട്ട് നോക്കി, നല്ല ഗ്ലോസ് ആട്ടോ. ഗ്ലോ ആ ഒരു കളറൊക്കെ നമുക്ക് കാണുന്നില്ലേ, ഇത് ഈ ഒരു കളറാണ് വരുന്നത്. ലിപ് ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇടയ്ക്കെടുത്ത് അപ്ലൈ ചെയ്യാനും. അതുപോലെ ആ ഒരു എനിക്ക് വന്നിട്ട് പൗഡറി മൂസ് ടൈപ്പ് അല്ലെങ്കിൽ ക്രീമി ഗ്ലോസി ആ ഒരു ടൈപ്പാണ് ഇഷ്ടം. മാറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലിപ്സ്റ്റിക്കുകൾ കൂടുതൽ അങ്ങനത്തെ ടൈപ്പാവും. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് റെനയുടെ ലിപ്പ് ആൻഡ് ചീക്ക് വാട്ടർ ടിൻ്റ് ആണ്. ഇത് വന്നിട്ട് വെള്ളം മാതിരി ഇരിക്കണ ഒരു സംഭവമാട്ടോ. അതായത് വാട്ടറി ടിൻ്റ് ഞാൻ മുൻപ് 1-2 ബ്രാൻഡിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു ബോട്ടിലാട്ടോ വരുന്നത്. അങ്ങനെ ഈ ഒരു കളറാട്ടോ. അതായത് ഒരു കുറച്ചായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോസ് കളർ അങ്ങനെ വരുന്ന ഒരു കളറാട്ടോ. വെള്ളം മാതിരി ഇരിക്കണതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് അങ്ങനെ ബ്ലഷും അതുപോലെ തന്നെ ലിപ്സിലൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നില്ല. ജസ്റ്റ് നമുക്കൊരു ലൈറ്റായിട്ടൊരു ഡെയിലി മേക്കപ്പിനൊക്കെ ഈ ഒരു വാട്ടർ ടിൻ്റാണ് എപ്പോഴും നന്നാവുക. ബ്ലഷായിട്ടൊക്കെ ഇടാനും നമുക്ക് ആ മൂക്കിലൊക്കെ ചെറിയൊരു ചുമപ്പൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇത് നന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, എന്തായാലും ഇതിൻ്റെ വീഡിയോ ചെയ്യാം. ഇത് വന്നിട്ട് ഈ 3 കേട്ടോ. ഇതൊക്കെ ലിപ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാൾസിൻ്റെ ആ വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 07 സെലിബ്രിറ്റി
ആ ഷെയ്ഡാട്ടോ ഞാൻ എടുത്തിരിക്കണേ. പക്ഷേ ഈ മാൾസിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് അറിയണതല്ലേ, ഒരു മൂസ് പൗഡറി മാതിരി ഇരിക്കും. അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ലോങ് ലാസ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നതനുസരിച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ കുറേ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലെങ്കിൽ നമ്മളിങ്ങനെ തുടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് പോവും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് നിൽക്കും, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ചത്, ഇതിൽ കുറേ അധികം കളറുണ്ട്. പക്ഷെ നമുക്ക് പറ്റണ കളർ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ടാസ്ക്കാണ് ഇതിൽ. ഇപ്പം ഞാനിതിൻ്റെ ഒരു 5 ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് 2 ഷെയ്ഡ് ഡീപ്പ് സ്കിൻ ടോൺ അല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോൺ നന്നായിട്ട് പോണതാണ് എടുത്തത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം വന്നത് എനിക്ക് വാഷ് ഔട്ട് ചെയ്യണ സാധനം. പിന്നെ വന്നത് ഇതാണ്, ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല സംഭവം. ഇതാണ് നമ്മുടെ കളർ വന്നിട്ട്, ഇതാണ് വരുന്ന കളറ്. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം. എന്താ ഈ ഒരു കളറാണ്. ഇത് എത്രത്തോളം എനിക്ക് ചേരുന്നു എനിക്കറിയില്ല. കണ്ടിട്ട് എനിക്ക് വാഷ് ഔട്ട് ചെയ്യണ മാതിരി തോന്നണേ. അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക്, അതായത് ഈ ഒരു മാൾസിൻ്റെ ഈ ഒരു പൗഡറി മൂസ് ടെക്സ്ചറുള്ള ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇതിനെ കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. കുറേ ഷെയ്ഡ് ഉണ്ട്, കുറച്ചൊക്കെ ഔട്ട് ഓഫ് സോൾഡ് ഔട്ടാണ്. പക്ഷേ നോക്കുമ്പോൾ ചിലത് വാങ്ങിയിട്ട് നമ്മൾ അതിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കയ്യിലെത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ലിപ്സിലിടുമ്പോൾ അതൊരു വാഷ് ഔട്ട് ചെയ്തൊരു ആകൊരു മാതിരിയായിട്ടിരിക്കും. അപ്പോൾ അതാണ്, ഞാൻ ലിപ്സിലിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാട്ടോ അത് സംഭവം. നമുക്ക് റേറ്റിന് 200 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നല്ല ടെക്സ്ചറാണ്, സ്മൂത്ത് പൗഡറി മാതിരി ഇരിക്കുന്ന ടെക്സ്ചർ, ബ്ലറിയൊക്കെ എഫക്റ്റ് കിട്ടും. അതാട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ഇട്ട് നോക്കിയിട്ട് എന്തായാലും പറയാം. അപ്പോൾ അടുത്തത് ഈ ഒരു നിക്സിൻ്റെ, ഇത് ഭയങ്കര വൈറലായിട്ടൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് ഒരു സൈഡിൽ ലിപ്സ്റ്റിക്കും ഒരു സൈഡിൽ ലിപ് ഗ്ലോസും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ലിപ് ഗ്ലോസ് ആണ്, കണ്ടില്ലേ, ലിപ് ഗ്ലോസ് വരും. അതായത് വാട്ടറി ആ ഒരു ടൈപ്പ് ലിപ് ഗ്ലോസ്, ട്രാൻസ്പെറൻറ്റ് ലിപ് ഗ്ലോസ്, വാട്ടറി അല്ല. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ലിപ്സ്റ്റിക്കാണ് വരുന്നത്. അതെ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതാട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് എടുത്തിരിക്കണം. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഞാനിത് കൈമിട്ട് നോക്കിയിട്ടാണ് എപ്പോഴും ലിപ്സിലിടാറ്. അപ്പോൾ കൈമിട്ടിട്ട് കുറേ നേരം, അതായത് കാലത്ത് ഈ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇത് ഞാൻ രാത്രി മേല് കഴുകാനായിട്ട് പോണ നേരം വരെ ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കയ്യിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണതല്ലേ, പാത്രം കഴുകുകയും നനയ്ക്കൊക്കെ ചെയ്യണത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി അവസാനത്തെ പ്രൊഡക്റ്റ്, അവസാനത്തെ വന്നിട്ട് ഇത് നൈക്കയുടെ അൾട്രാ സിൽക്ക് ഹൈഡ്രേറ്റിംഗ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇതാട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇത് നമ്മളിങ്ങനെ ഇതാണ് പ്രൊഡക്റ്റ് ബോട്ടിൽ, അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് നോക്കിയാൽ കണ്ട കളറ് നന്നായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹൈഡ്രേഷനാണ്. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ അധികം. കാരണം ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഞാൻ കുറച്ചൊന്ന് ബാഗിരിക്കാൻ ഒടിയും ചിലപ്പോൾ. അപ്പോൾ ഇതാ ഈ ഒരു കളറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ലൈറ്റായിട്ട് ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും. പക്ഷേ ഇത് നന്നായിട്ട് ഇങ്ങനെ ഡീപ്പ് ഹൈഡ്രേഷൻ ആയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു സ്മൂത്ത് കിട്ടും ഫിനിഷ്. പക്ഷെ ഇത് പെട്ടെന്ന് പോവും ചുണ്ടിന്ന്, കാരണം അത്രയും ഹൈഡ്രേഷനാണ് ഇതിലുള്ളത്. ഇതാണ് അവസാനത്തെ. ഇത്ര ഐറ്റംസാണ് ഞാൻ എന്താ പറയുക നമ്മുടെ ഈ റിപ്പബ്ലിക് എന്താ പറയുക ഈ ഒരു സെയിലിന് മേടിച്ചത്. അപ്പം ഞാൻ ടാഗ് ചെയ്തെല്ലാം കൊടുക്കാം. ടാഗ് ചെയ്യാൻ പറ്റണമെന്നൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ചെണ്ണം ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്, വാങ്ങിച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഒരു ദിവസമൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എനിക്കറിയാം എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഇതിരുന്ന് കാണാനും നമുക്കുള്ള നേരവും ഇല്ല ക്ഷമയും ഇല്ല എന്ന്. എന്നാലും പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വേണമല്ലോ. എപ്പോഴും വീഡിയോസിൽ നിന്നൊക്കെ ഒരൊക്കെ മാറ്റം വേണം, ടോപ്പിക് ഇടയ്ക്ക് മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.